നമ്മുടെ സ്റ്റോറിയുടെ പേര് ടു ഫ്രണ്ട്സ് ആൻഡ് ദ ബെയർ. രണ്ട് സുഹൃത്തുക്കളും കരടിയും. ടു ഫ്രണ്ട്സ്, രണ്ട് ഫ്രണ്ട്സ് അല്ലെങ്കിൽ രണ്ട് സുഹൃത്തുക്കൾ. ബെയർ എന്ന് പറഞ്ഞാൽ കരടി. ടു ഫ്രണ്ട്സ് ആൻഡ് ദ ബെയർ, രണ്ട് സുഹൃത്തുക്കളും കരടിയും. ടു ഫ്രണ്ട്സ് ആൻഡ് ദ ബെയർ. വിജയ് ആൻഡ് രാജു വെയർ ഫ്രണ്ട്സ്. വിജയും രാജുവും ഫ്രണ്ട്സ് ആയിരുന്നു അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരുന്നു. ആയിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ വാസും വേറും യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതായത് വിജയും രാജുവും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വേറെ വെച്ചിട്ടാണ് പറയേണ്ടത്, വാസ് അല്ല വേർ. വിജയ് ആൻഡ് രാജു വെയർ ഫ്രണ്ട്സ്. വിജയ് ആൻഡ് രാജു വെയർ ഫ്രണ്ട്സ്. വിജയും രാജുവും സുഹൃത്തുക്കളായിരുന്നു. ഓൺ എ ഹോളിഡേ ദേ വെൻ വാക്കിംഗ് ഇൻ ടു എ ഫോറസ്റ്റ് എൻജോയിങ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. ഒരു അവധി ദിവസം അവർ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു കാട്ടിലേക്ക് നടന്നു. ഹോളിഡേ എന്ന് വെച്ചാൽ അവധി ദിവസം അല്ലെങ്കിൽ ഒഴിവ് ദിവസം എന്നൊക്കെയാണ് അർത്ഥം. ഓൺ എ ഹോളിഡേ, ഒരു അവധി ദിവസം അല്ലെങ്കിൽ ഒരു അവധിക്കാലത്ത്. ദേ വെൻറ്റ് വാക്കിംഗ്. വെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗോയുടെ പാസ്റ്റാണ്. അതായത് ഗോ, വെൻറ്റ്, ഗോൺ. ഗോ പോവുക, വെൻറ്റ് പോയി, വാക്ക് നടക്കുക. ദേ വെൻറ്റ് വാക്കിംഗ്, അവർ നടക്കാൻ പോയി. ദേ അവർ. എങ്ങോട്ടാണ് പോയത്? ഇൻ ടു എ ഫോറസ്റ്റ്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ കാട് അല്ലെങ്കിൽ വനം. ഇൻ ടു എ ഫോറസ്റ്റ്, ഒരു കാട്ടിലേക്ക്. അവരെങ്ങനെയാണ് പോകുന്നത്? എൻജോയ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. എൻജോയ് എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക, ബ്യൂട്ടി സൗന്ദര്യം, നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രകൃതി. എൻജോയിങ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ, പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട്. ഓൺ എ ഹോളിഡേ ദേ വെൻറ്റ് വാക്കിംഗ് ഇൻ ടു എ ഫോറസ്റ്റ് എൻജോയിങ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. സഡൻലി ദേ സോ എ ബെയർ കമ്മിങ് അറ്റ് ദെം. പെട്ടെന്ന് ഒരു കരടി അവരുടെ നേരെ വരുന്നത് അവർ കണ്ടു. സഡൻലി, പെട്ടെന്ന്. സീ എന്ന് പറഞ്ഞാൽ കാണുക, അതിൻ്റെ പാസ്റ്റാണ് സോ, കണ്ടു. സഡൻലി ദേ സോ, പെട്ടെന്ന് അവർ കണ്ടു. എന്താ കണ്ടത്? എ ബെയർ കമ്മിങ് അറ്റ് ദം. കം എന്ന് വെച്ചാൽ വരിക, ദം അവരുടെ. എ ബെയർ കമ്മിങ് അറ്റ് ദം, ഒരു കരടി അവരുടെ നേരെ വരുന്നു. സഡൻലി ദേ സോ എ ബെയർ കമ്മിങ് അറ്റ് ദം. ദേ ബിക്കെയിം ഫ്രൈറ്റൻഡ്, അവർ ഭയപ്പെട്ടു. ദേ ബിക്കെയിം ഫ്രൈറ്റൻഡ്. ദേ അവർ. ബിക്കെയിം എന്ന് പറഞ്ഞാൽ ആകുക, ആയിത്തീരുക, ഉണ്ടാവുക, ഇതൊക്കെയാണ് അർത്ഥം. ഫ്രൈറ്റൻ എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുക അല്ലെങ്കിൽ പേടിപ്പിക്കുക. ദേ ബിക്കെയിം ഫ്രൈറ്റൻഡ്, അവർ ഭയപ്പെട്ടു അല്ലെങ്കിൽ പേടിച്ചുപോയി. രാജു, ഹൂ ന്യൂ ഓൾ അബൌട്ട് ക്ലൈംബിംഗ് ട്രീസ്, റാൻ അപ് ടു എ ട്രീ ആൻഡ് ക്ലൈംബ്ഡ് അപ്പ് ക്വിക്ക്ലി. മരം കയറുന്നതിനെക്കുറിച്ചെല്ലാം അറിയാവുന്ന രാജു ഒരു മരത്തിലേക്ക് ഓടി വേഗം മുകളിലേക്ക് കയറി. രാജു, ഹൂ ന്യൂ ഓൾ അബൌട്ട് ക്ലൈംബിംഗ് ട്രീസ്. നോ എന്ന് പറഞ്ഞാൽ അറിയുക, അതിൻ്റെ പാസ്റ്റാണ് ന്യൂ. അറിഞ്ഞിരുന്നു അല്ലെങ്കിൽ അറിയാമായിരുന്നു. എന്താണ് അറിയാമായിരുന്നത്? ഓൾ അബൌട്ട് ക്ലൈംബിംഗ് ട്രീസ്. അബൌട്ട് എന്ന് പറഞ്ഞാൽ കുറിച്ച്. ക്ലൈംബ് എന്ന് വെച്ചാൽ കയറുക അല്ലെങ്കിൽ പിടിച്ച് കയറുക എന്നൊക്കെയാണ് അർത്ഥം. ട്രീ മരം. ഓൾ അബൌട്ട് ക്ലൈംബിംഗ് ട്രീസ്, മരം കയറുന്നതിനെക്കുറിച്ചെല്ലാം. ഹൂ ന്യൂ ഓൾ അബൌട്ട് ക്ലൈംബിംഗ് ട്രീസ്, മരം കയറുന്നതിനെക്കുറിച്ചെല്ലാം അറിയാവുന്നവൻ. റാൻ അപ് ടു എ ട്രീ ആൻഡ് ക്ലൈംബ്ഡ് അപ്പ് ക്വിക്ക്ലി. റൺ എന്ന് പറഞ്ഞാൽ ഓടുക, അതിൻ്റെ പാസ്റ്റാണ് റാൻ, ഓടി. റാൻ അപ് ടു എ ട്രീ, ഒരു മരത്തിലേക്ക് ഓടിക്കയറി. ആൻഡ് ക്ലൈംബ്ഡ് അപ്പ് ക്വിക്ക്ലി. ക്ലൈംബ് നമ്മൾ നേരത്തെ പറഞ്ഞു, കയറുക അല്ലെങ്കിൽ പിടിച്ചു കയറുക. ക്വിക്ക്ലി വേഗം അല്ലെങ്കിൽ പെട്ടെന്ന്. ക്ലൈംബ്ഡ് അപ്പ് ക്വിക്ക്ലി, വേഗം കയറി. രാജു, ഹൂ ന്യൂ ഓൾ അബൌട്ട് ക്ലൈംബിംഗ് ട്രീസ്, റാൻ അപ് ടു എ ട്രീ ആൻഡ് ക്ലൈംബ്ഡ് അപ്പ് ക്വിക്ക്ലി. മരം കയറുന്നതിനെക്കുറിച്ചെല്ലാം അറിയാവുന്ന രാജു മരത്തിലേക്ക് ഓടി വേഗം മുകളിലേക്ക് കയറി. ഹി ഡിഡിൻ തിങ്ക് ഓഫ് വിജയ്. അവൻ വിജയിയെക്കുറിച്ച് ചിന്തിച്ചില്ല. ഹി ഡിഡിൻ തിങ്ക്. തിങ്ക് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക അല്ലെങ്കിൽ ആലോചിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഹി ഡിഡിൻ തിങ്ക് ഓഫ് വിജയ്. അവൻ വിജയിയെക്കുറിച്ച് ചിന്തിച്ചില്ല അല്ലെങ്കിൽ ആലോചിച്ചില്ല. വിജയ് ഹാഡ് നോ ഐഡിയ ഹൗ ടു ക്ലൈംബ് ദ ട്രീ. വിജയ്ക്ക് മരത്തിൽ കയറാൻ ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. വിജയ് ഹാഡ് നോ ഐഡിയ. ഐഡിയ എന്ന് പറഞ്ഞാൽ ആശയം അല്ലെങ്കിൽ ഊഹം. വിജയ് ഹാഡ് നോ ഐഡിയ. വിജയ്ക്ക് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഒരു ഊഹവും ഉണ്ടായിരുന്നില്ല. ഹൗ ടു ക്ലൈംബ് ദ ട്രീ. ഹൗ എങ്ങനെ. ക്ലൈംബ് നമ്മൾ നേരത്തെ പറഞ്ഞു, കയറുക. ഹൗ ടു ക്ലൈംബ് ദ ട്രീ, മരത്തിൽ കയറുന്നത് എങ്ങനെ. വിജയ് ഹാഡ് നോ ഐഡിയ ഹൗ ടു ക്ലൈംബ് ദ ട്രീ. മരത്തിൽ കയറുന്നത് എങ്ങനെയെന്ന് വിജയ്ക്ക് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഒരു ഊഹവും ഉണ്ടായിരുന്നില്ല. വിജയ് തോട്ട് ഫോർ എ സെക്കൻഡ്. വിജയ് ഒരു നിമിഷം ആലോചിച്ചു. വിജയ് തോട്ട്. തിങ്ക് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക അല്ലെങ്കിൽ ആലോചിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ പാസ്റ്റാണ് തോട്ട്. ചിന്തിച്ചു.
അല്ലെങ്കിൽ ആലോചിച്ചു. വിജയ് തോട്ട്, വിജയ് ആലോചിച്ചു. ഫോർ എ സെക്കൻഡ്, സെക്കൻഡ് നിമിഷം. ഫോർ എ സെക്കൻഡ് ഒരു നിമിഷം. വിജയ് തോട്ട് ഫോർ എ സെക്കൻഡ്, വിജയ് ഒരു നിമിഷം ആലോചിച്ചു. ഹി ഹാഡ് ഹേർഡ് അനിമൽസ് ഡോണ്ട് പ്രിഫർ ഡെഡ് ബോഡീസ്, സോ ഹി ഫെൽ ടു ദ ഗ്രൗണ്ട് ആൻഡ് ഹെൽഡ് ഹിസ് ബ്രത്ത്. മൃഗങ്ങൾക്ക് ശവശരീരങ്ങൾ ഇഷ്ടമല്ലെന്ന് അവൻ കേട്ടിരുന്നു. അതുകൊണ്ട് അവൻ നിലത്ത് വീണ് ശ്വാസം അടക്കി പിടിച്ചു. ഹി ഹാഡ് ഹേർഡ്, ഹിയർ എന്ന് പറഞ്ഞാൽ കേൾക്കുക, അതിൻ്റെ പാസ്റ്റാണ് ഹേർഡ്. ഹി ഹാഡ് ഹേർഡ്, അവൻ കേട്ടിരുന്നു. എന്താ കേട്ടിരുന്നത്? അനിമൽസ് ഡോണ്ട് പ്രിഫർ ഡെഡ് ബോഡീസ്. അനിമൽസ് മൃഗങ്ങൾ, പ്രിഫർ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം. ഡെഡ് ബോഡി ശവശരീരം അല്ലെങ്കിൽ മൃതദേഹം. അനിമൽസ് ഡോണ്ട് പ്രിഫർ ഡെഡ് ബോഡീസ്, മൃഗങ്ങൾക്ക് ശവശരീരങ്ങൾ ഇഷ്ടമല്ല. സോ ഹി ഫെൽ ടു ദ ഗ്രൗണ്ട്, സോ അതുകൊണ്ട്. ഫോൾ എന്ന് വെച്ചാൽ വീഴുക, അതിൻ്റെ പാസ്റ്റാണ് ഫെൽ, വീണു. ടു ദ ഗ്രൗണ്ട്, എവിടെയാണ് വീണത്? ടു ദ ഗ്രൗണ്ട്. ഗ്രൗണ്ട് എന്ന് വെച്ചാൽ നിലം അല്ലെങ്കിൽ തറ. സോ ഹി ഫെൽ ടു ദ ഗ്രൗണ്ട്, അതുകൊണ്ട് അവൻ നിലത്ത് വീണു. ആൻഡ് ഹെൽഡ് ഹിസ് ബ്രെത്ത്, ഹോൾഡിൻ്റെ പാസ്റ്റാണ് ഹെൽഡ്. ഹോൾഡ് എന്ന് പറഞ്ഞാൽ പിടിക്കുക അല്ലെങ്കിൽ മുറുകെ പിടിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ബ്രെത്ത് ശ്വാസം. ഹെൽഡ് ഹിസ് ബ്രെത്ത്, അവൻ്റെ ശ്വാസം അടക്കി പിടിച്ചു. ഹി ഹാഡ് ഹേർഡ് അനിമൽസ് ഡോണ്ട് പ്രിഫർ ഡെഡ് ബോഡീസ്, സോ ഹി ഫെൽ ടു ദ ഗ്രൗണ്ട് ആൻഡ് ഹെൽഡ് ഹിസ് ബ്രെത്ത്. ദ ബെയർ സ്നിഫ്ഡ് ഹിം ആൻഡ് തോട്ട് ഹി വാസ് ഡെഡ്. കരടി അവനെ മണത്തു നോക്കി, അവൻ മരിച്ചുപോയെന്ന് കരുതി. ദ ബെയർ സ്നിഫ്ഡ് ഹിം, ബെയർ കരടി. സ്നിഫ് എന്ന് വെച്ചാൽ മണം പിടിക്കുക അല്ലെങ്കിൽ മണത്തു നോക്കുക എന്നൊക്കെയാണ് അർത്ഥം. ദ ബെയർ സ്നിഫ്ഡ് ഹിം, കരടി അവനെ മണത്തു നോക്കി. ആൻഡ് തോട്ട് ഹി വാസ് ഡെഡ്. തിങ്ക് കരുതുക അല്ലെങ്കിൽ ചിന്തിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇതിൻ്റെ പാസ്റ്റാണ് തോട്ട്. ഡെഡ് മരിച്ച. ആൻഡ് തോട്ട് ഹി വാസ് ഡെഡ്, അവൻ മരിച്ചുപോയെന്ന് കരുതി. ദ ബെയർ സ്നിഫ്ഡ് ഹിം ആൻഡ് തോട്ട് ഹി വാസ് ഡെഡ്. സോ ഇറ്റ് വെൻറ്റ് ഓൺ ഇറ്റ്സ് വേ, അങ്ങനെ അത് അതിൻ്റെ വഴിക്ക് പോയി. സോ അതിനാൽ അല്ലെങ്കിൽ അങ്ങനെ. വെൻറ്റ് എന്ന് വെച്ചാൽ പോയി. വെൻറ്റ് ഗോയുടെ പാസ്റ്റാണ് പോയി. വേ എന്ന് വെച്ചാൽ വഴി എന്നാണ് അർത്ഥം. സോ ഇറ്റ് വെൻറ്റ് ഓൺ ഇറ്റ്സ് വേ, അങ്ങനെ അത് അതിൻ്റെ വഴിക്ക് പോയി. രാജു ആസ്ക്ഡ് വിജയ്, രാജു വിജയിയോട് ചോദിച്ചു. ആസ്ക് എന്ന് പറഞ്ഞാൽ ചോദിക്കുക. രാജു ആസ്ക്ഡ് വിജയ്, രാജു വിജയിയോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? വാട്ട് ഇറ്റ് ദ ബെയർ വിസ്പർ ഇൻ ടു യുവർ ഇയേഴ്സ്. വാട്ട് ഇറ്റ് ദ ബെയർ വിസ്പർ. ബെയർ കരടി. വിസ്പർ എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുക അല്ലെങ്കിൽ ചെവിയിൽ പറയുക എന്നൊക്കെയാണ് അർത്ഥം. വാട്ട് ഇറ്റ് ദ ബെയർ വിസ്പർ, കരടി എന്താണ് മന്ത്രിച്ചത്? ഇൻ ടു യുവർ ഇയേഴ്സ്, ഇയർ ചെവി. ഇൻ ടു യുവർ ഇയേഴ്സ്, നിൻ്റെ ചെവിയിൽ. വാട്ട് ഇറ്റ് ദ ബെയർ വിസ്പർ ഇൻ ടു യുവർ ഇയേഴ്സ്, നിൻ്റെ ചെവിയിൽ കരടി എന്താണ് മന്ത്രിച്ചത്? വിജയ് റിപ്ലൈഡ്, ദ ബെയർ ടോൾഡ് മീ ടു കീപ്പ് അവേ ഫ്രം ഫ്രണ്ട്സ് ലൈക്ക് യു ആൻഡ് വെൻറ്റ് ഓൺ ഹിസ് വേ. വിജയ് റിപ്ലൈഡ്, റിപ്ലൈഡ് എന്ന് വെച്ചാൽ മറുപടി പറഞ്ഞു. വിജയ് റിപ്ലൈഡ്, വിജയ് മറുപടി പറഞ്ഞു. ദ ബെയർ ടോൾഡ് മീ, ടെൽ എന്ന് പറഞ്ഞാൽ പറയുക, അതിൻ്റെ പാസ്റ്റാണ് ടോൾഡ്, പറഞ്ഞു. ദ ബെയർ ടോൾഡ് മീ, കരടി എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ടു കീപ്പ് അവേ ഫ്രം ഫ്രണ്ട്സ് ലൈക്ക് യു. കീപ്പ് അവേ എന്ന് വെച്ചാൽ അകറ്റി നിർത്തുക, അകന്നു നിൽക്കുക അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി നടക്കുക എന്നൊക്കെയാണ് അർത്ഥം. ടു കീപ്പ് അവേ അകന്നു നിൽക്കാൻ. ഫ്രം ഫ്രണ്ട്സ് ലൈക്ക് യു, ഫ്രം നിന്ന്. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പോലെയുള്ള എന്നുള്ള അർത്ഥത്തിലാണ്. ഫ്രം ഫ്രണ്ട്സ് ലൈക്ക് യു, നിന്നെപ്പോലുള്ള ഫ്രണ്ട്സിൽ നിന്ന് അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്ന്. ദ ബെയർ ടോൾഡ് മീ ടു കീപ്പ് അവേ ഫ്രം ഫ്രണ്ട്സ് ലൈക്ക് യു, നിന്നെപ്പോലുള്ള സുഹൃത്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കാൻ കരടി എന്നോട് പറഞ്ഞു. ആൻഡ് വെൻറ്റ് ഓൺ ഹിസ് വേ, വെൻറ്റ് പോയി, വേ വഴി. ആൻഡ് വെൻറ്റ് ഓൺ ഹിസ് വേ, അവൻ്റെ വഴിക്ക് പോയി. വിജയ് റിപ്ലൈഡ്, ദ ബെയർ ടോൾഡ് മീ ടു കീപ്പ് അവേ ഫ്രം ഫ്രണ്ട്സ് ലൈക്ക് യു ആൻഡ് വെൻറ്റ് ഓൺ ഹിസ് വേ. നമ്മുടെ സ്റ്റോറിയുടെ പേര് ദി അയൺ ബോക്സ്, ഇരുമ്പ് പെട്ടി. മോഹൻദാസ് വാസ് ദ സൺ ഓഫ് എ റിച്ച് ബിസിനസ്മാൻ. ധനികനായ ഒരു വ്യവസായിയുടെ മകനായിരുന്നു മോഹൻദാസ്. റിച്ച് എന്ന് പറഞ്ഞാൽ ധനികനായ, റിച്ച് ബിസിനസ്മാൻ ധനികനായ വ്യവസായി. മോഹൻദാസ് വാസ് ദ സൺ ഓഫ് എ റിച്ച് ബിസിനസ്മാൻ. ധനികനായ ഒരു വ്യവസായിയുടെ മകനായിരുന്നു മോഹൻദാസ്. ഫോളോയിങ് ഹിസ് ഡെത്ത്, മോഹൻദാസ് ഇൻഹെറിറ്റഡ് ഹിസ് ഫാദേഴ്സ് അയൺ ബോക്സ് കണ്ടെയ്നിങ് റിച്ചസ്. അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് മോഹൻദാസിന് അച്ഛൻ്റെ സമ്പത്തടങ്ങുന്ന ഇരുമ്പ് പെട്ടി അവകാശമായി ലഭിച്ചു. ഫോളോയിങ് ഹിസ് ഡെത്ത്, ഫോളോയിങ് എന്ന് പറഞ്ഞാൽ തുടർന്ന്, ഡെത്ത് മരണം. ഫോളോയിങ് ഹിസ് ഡെത്ത്, അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് മോഹൻദാസ് ഇൻഹെറിറ്റഡ് ഹിസ് ഫാദേഴ്സ് അയൺ ബോക്സ്. ഇൻഹെറിറ്റഡ് എന്ന് പറഞ്ഞാൽ
പൈതൃകമായി ലഭിച്ച അല്ലെങ്കിൽ അനന്തരാവകാശമായി ലഭിച്ച ഇതൊക്കെയാണ് അർത്ഥം. മോഹൻദാസ് ഇൻഹെറിറ്റഡ് ഹിസ് ഫാദേഴ്സ് അയൺ ബോക്സ്. മോഹൻദാസിന് അച്ഛൻ്റെ ഇരുമ്പ് പെട്ടി അവകാശമായി ലഭിച്ചു. അതിലെന്താണുള്ളത്? കണ്ടെയ്നിങ് റിച്ചസ്. കണ്ടെയ്ൻ എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുക അല്ലെങ്കിൽ അടങ്ങിയിരിക്കുക. റിച്ചസ് എന്ന് വെച്ചാൽ സമ്പത്ത്, ആസ്തി, ധനം, ഇതൊക്കെയാണ് അർത്ഥം. അയൺ ബോക്സ് കണ്ടെയ്നിങ് റിച്ചസ്, സമ്പത്ത് അടങ്ങുന്ന ഇരുമ്പ് പെട്ടി. വൺ ഡേ മോഹൻദാസ് ഹാഡ് ടു ഗോ ടു ദ സിറ്റി ഫോർ സം വർക്ക്. ഒരു ദിവസം മോഹൻദാസിന് ചില ജോലിക്കായി നഗരത്തിലേക്ക് പോകേണ്ടി വന്നു. വൺ ഡേ, ഒരു ദിവസം. മോഹൻദാസ് ഹാഡ് ടു ഗോ ടു ദ സിറ്റി. മോഹൻദാസിന് സിറ്റിയിലേക്ക് അല്ലെങ്കിൽ നഗരത്തിലേക്ക് പോകേണ്ടി വന്നു. ഫോർ സം വർക്ക്, ചില ജോലിക്കായി. സോ ഹി ടുക്ക് ദി അയൺ ബോക്സ് ആൻഡ് ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹിസ് മണി ലെൻഡർ ഫ്രണ്ട്. അങ്ങനെ അയാൾ ഇരുമ്പ് വെട്ടിയെടുത്ത് പണമിടപാടുകാരനായ സുഹൃത്തിന് കൈമാറി. സോ ഹി ടുക്ക് ദി അയൺ ബോക്സ്. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക, ടുക്ക് എടുത്തു. ഹി ടുക്ക് ദി അയൺ ബോക്സ്, അവൻ ഇരുമ്പ് വെട്ടി എടുത്തു. ആൻഡ് ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹിസ് മണി ലെൻഡർ ഫ്രണ്ട്. ഹാൻഡ് ഓവർ എന്ന് പറഞ്ഞാൽ കൈമാറ്റം ചെയ്യുക അല്ലെങ്കിൽ കൊടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. മണി ലെൻഡർ പണമിടപാടുകാരൻ അല്ലെങ്കിൽ പണം കടം കൊടുക്കുന്ന ആൾക്കാരെ നമ്മൾ മണി ലെൻഡർ എന്നാണ് പറയുന്നത്. ആൻഡ് ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹിസ് മണി ലെൻഡർ ഫ്രണ്ട്. അത് തൻ്റെ പണമിടപാടുകാരനായ സുഹൃത്തിന് കൈമാറി. ഹിസ് നെയിം വാസ് രാമസേവക്. അവൻ്റെ പേര് രാമസേവക് എന്നായിരുന്നു. ഇനി മോഹൻദാസ് രാമസേവകിനോട് പറയുന്ന കാര്യമാണ് പറയുന്നത്. പ്ലീസ് കീപ് ദിസ് ബോക്സ്. മൈ ഫാദർ ഗേവ് ഇറ്റ് ടു മീ. ഐ റിട്ടേൺ ഫ്രം ദ സിറ്റി ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ആൻഡ് കളക്ട് ഇറ്റ് ഫ്രം യു, സെഡ് മോഹൻദാസ് ടു രാമസേവക്. ദയവായി ഈ പെട്ടി സൂക്ഷിക്കൂ. എൻ്റെ അച്ഛൻ ഇതെനിക്ക് തന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ നഗരത്തിൽ നിന്ന് മടങ്ങുകയും നിങ്ങളിൽ നിന്ന് ഇത് ശേഖരിക്കുകയും ചെയ്യും, മോഹൻദാസ് രാമസേവകിനോട് പറഞ്ഞു. പ്ലീസ് കീപ് ദിസ് ബോക്സ്. കീപ് എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക. പ്ലീസ് കീപ് ദിസ് ബോക്സ്. ദയവായി ഈ പെട്ടി സൂക്ഷിക്കുക. മൈ ഫാദർ ഗേവ് ഇറ്റ് ടു മീ. ഗിവ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക അല്ലെങ്കിൽ തരിക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഗേവ് എന്ന് പറഞ്ഞാൽ തന്നു. മൈ ഫാദർ ഗേവ് ഇറ്റ് ടു മീ. എൻ്റെ അച്ഛൻ ഇതെനിക്ക് തന്നു. ഐ വിൽ റിട്ടേൺ ഫ്രം ദ സിറ്റി. റിട്ടേൺ എന്ന് പറഞ്ഞാൽ തിരിച്ചെത്തുക അല്ലെങ്കിൽ മടങ്ങി വരിക എന്നൊക്കെയാണ് അർത്ഥം. ഐ വിൽ റിട്ടേൺ ഫ്രം ദ സിറ്റി. ഞാൻ സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ നഗരത്തിൽ നിന്ന് തിരിച്ചെത്തും. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം, എ ഫ്യൂ കുറച്ച്. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. ആൻഡ് കളക്ട് ഇറ്റ് ഫ്രം യു. നിങ്ങളിൽ നിന്ന് അത് കളക്ട് ചെയ്യും അല്ലെങ്കിൽ ശേഖരിക്കും. സെഡ് മോഹൻദാസ് ടു രാമസേവക്. സെഡ് പറഞ്ഞു. സെഡ് മോഹൻദാസ് ടു രാമസേവക്. മോഹൻദാസ് രാമസേവകിനോട് പറഞ്ഞു. യു ഡു നോട്ട് ഹാവ് ടു വറി. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഐ വിൽ കീപ് ദിസ് ബോക്സ് സേഫ്ലി, സെഡ് രാമസേവക്. ഐ വിൽ കീപ് ദിസ് ബോക്സ് സേഫ്ലി. കീപ് എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക, സേഫ്ലി സുരക്ഷിതമായി. ഐ വിൽ കീപ് ദിസ് ബോക്സ് സേഫ്ലി. ഞാൻ ഈ പെട്ടി സുരക്ഷിതമായി സൂക്ഷിക്കും, സെഡ് രാമസേവക്. രാമസേവക് പറഞ്ഞു. മോഹൻദാസ് സ്റ്റാർട്ടഡ് ഓഫ് ഹിസ് ജേർണി ഹാപ്പിലി. സ്റ്റാർട്ടഡ് ഓഫ് തുടങ്ങി. ജേർണി എന്ന് പറഞ്ഞാൽ യാത്ര. ഹാപ്പിലി സന്തോഷത്തോടെ. മോഹൻദാസ് സ്റ്റാർട്ടഡ് ഓഫ് ഹിസ് ജേർണി ഹാപ്പിലി. മോഹൻദാസ് സന്തോഷത്തോടെ യാത്ര തുടങ്ങി. ഹി ന്യൂ ദാറ്റ് ഹിസ് വാല്യുബിൾ അയൺ ബോക്സ് വാസ് സേഫ് വിത്ത് രാമസേവക്. തൻ്റെ വിലപിടിപ്പുള്ള ഇരുമ്പ് പെട്ടി രാമസേവകിൻ്റെ പക്കൽ ഭദ്രമാണെന്ന് അവൻ അറിയാമായിരുന്നു. ഹി ന്യൂ ദാറ്റ്, അവനത് അറിയാമായിരുന്നു. ഹിസ് വാല്യുബിൾ അയൺ ബോക്സ് വാസ് സേഫ് വിത്ത് രാമസേവക്. വാല്യുബിൾ എന്ന് വെച്ചാൽ വിലയേറിയ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള. ഹിസ് വാല്യുബിൾ അയൺ ബോക്സ് വാസ് സേഫ് വിത്ത് രാമസേവക്. തൻ്റെ വിലപിടിപ്പുള്ള ഇരുമ്പ് പെട്ടി രാമസേവകൻ്റെ കയ്യിൽ സേഫ് ആണെന്ന് അല്ലെങ്കിൽ സുരക്ഷിതമാണെന്ന്. എ ഫ്യൂ ഡേയ്സ് ലേറ്റർ ഹി റിട്ടേൺഡ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ മടങ്ങി. എ ഫ്യൂ ഡേയ്സ് ലേറ്റർ. ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് എന്നൊക്കെയാണ് അർത്ഥം. എ ഫ്യൂ ഡേയ്സ് ലേറ്റർ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. ഹി റിട്ടേൺഡ്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ തിരിച്ചെത്തുക അല്ലെങ്കിൽ മടങ്ങി വരിക. ഹി റിട്ടേൺഡ്, അവൻ മടങ്ങി. ഹി വെൻറ്റ് ടു ഹിസ് ഫ്രണ്ട് രാമസേവക് ആൻഡ് ആസ്ക്ഡ് ഫോർ ദി അയൺ ബോക്സ്. അയാൾ തൻ്റെ സുഹൃത്തായ രാമസേവകിൻ്റെ അടുത്ത് ചെന്ന് ഇരുമ്പ് പെട്ടി ആവശ്യപ്പെട്ടു. ഹി വെൻറ്റ് ടു ഹിസ് ഫ്രണ്ട് രാമസേവക്. വെൻറ്റ് പോയി. ഹി വെൻറ്റ് ടു ഹിസ് ഫ്രണ്ട് രാമസേവക്. അവൻ തൻ്റെ സുഹൃത്തായ രാമസേവകിൻ്റെ അടുത്തേക്ക് പോയി. ആൻഡ് ആസ്ക്ഡ് ഫോർ ദി അയൺ ബോക്സ്. ആസ്ക്ഡ് എന്ന് വെച്ചാൽ ചോദിച്ചു അല്ലെങ്കിൽ ആവശ്യപ്പെട്ടു. ആൻഡ് ആസ്ക്ഡ് ഫോർ ദി അയൺ ബോക്സ്. ഇരുമ്പ് പെട്ടി ആവശ്യപ്പെട്ടു. രാമസേവക് പ്രിറ്റൻഡഡ് ടു ലുക്ക് ലിറ്റിൽ സർപ്രൈസ്ഡ്. രാമസേവക് അല്പം ആശ്ചര്യപ്പെട്ടതായി നടിച്ചു. പ്രിറ്റൻഡ് എന്ന് പറഞ്ഞാൽ നടിക്കുക, ഭാവിക്കുക, അഭിനയിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. സർപ്രൈസ് അത്ഭുതം അല്ലെങ്കിൽ ആശ്ചര്യം. രാമസേവക് പ്രിറ്റൻഡഡ് ടു ലുക്ക് ലിറ്റിൽ സർപ്രൈസ്ഡ്. രാമസേവക് അല്പം ആശ്ചര്യപ്പെട്ടതായി നടിച്ചു. ഓ ദി അയൺ ബോക്സ്, ദ റാറ്റ്സ് ഏറ്റ് ഇറ്റ് അപ്പ്. ഐ ജസ്റ്റ് കുഡ് നോട്ട് സ്റ്റോപ്പ് ദം, ഹി സെഡ്. ഓ ഇരുമ്പ് പെട്ടി,
എലികൾ അത് തിന്നു തീർത്തു. എനിക്ക് അവരെ തടയാൻ കഴിഞ്ഞില്ല, അവൻ പറഞ്ഞു. ഓ ദി അയൺ ബോക്സ്, ഓ ഇരുമ്പ് പെട്ടി. ദ റാറ്റ്സ് ഏറ്റ് ഇറ്റ് അപ്പ്. റാറ്റ് എലി. ഈറ്റപ്പ് എന്ന് പറഞ്ഞാൽ തിന്നു തീർക്കുക. അപ്പോൾ ഏറ്റപ്പ് എന്ന് പറഞ്ഞാൽ തിന്നു തീർത്തു. ദ റാറ്റ്സ് ഏറ്റ് ഇറ്റ് അപ്പ്. എലികൾ അത് തിന്നു തീർത്തു. ഐ ജസ്റ്റ് കുഡ് നോട്ട് സ്റ്റോപ്പ് ദം. എനിക്ക് അവരെ തടയാൻ കഴിഞ്ഞില്ല. ഹീ സെഡ്, അവൻ പറഞ്ഞു. മോഹൻദാസ് റിയലൈസ്ഡ് ദാറ്റ് ഹിസ് ഫ്രണ്ട് ഹാഡ് ബിക്കം ഗ്രീഡി ആൻഡ് ഡിസോണസ്റ്റ്. തൻ്റെ സുഹൃത്ത് അത്യാഗ്രഹിയും ആത്മാർത്ഥതയില്ലാത്തവനുമായി തീർന്നെന്ന് മോഹൻദാസിന് മനസ്സിലായി. മോഹൻദാസ് റിയലൈസ്ഡ് മനസ്സിലായി അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞു. മോഹൻദാസ് റിയലൈസ്ഡ്, മോഹൻദാസിന് മനസ്സിലായി. എന്താ മനസ്സിലായത്? ഹിസ് ഫ്രണ്ട് ഹാഡ് ബിക്കം ഗ്രീഡി ആൻഡ് ഡിസോണസ്റ്റ്. ബിക്കം എന്ന് പറഞ്ഞാൽ ആകുക അല്ലെങ്കിൽ ആയിത്തീരുക എന്നൊക്കെയാണ് അർത്ഥം. ഗ്രീഡി എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹമുള്ള. ഡിസോണസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യസന്ധതയില്ലാത്ത അല്ലെങ്കിൽ ആത്മാർത്ഥതയില്ലാത്ത എന്നൊക്കെയാണ് അർത്ഥം. മോഹൻദാസ് റിയലൈസ്ഡ് ദാറ്റ് ഹിസ് ഫ്രണ്ട് ഹാഡ് ബിക്കം ഗ്രീഡി ആൻഡ് ഡിസോണസ്റ്റ്. തൻ്റെ സുഹൃത്ത് അത്യാഗ്രഹിയും ആത്മാർത്ഥതയില്ലാത്തവനുമായി തീർന്നെന്ന് മോഹൻദാസിന് മനസ്സിലായി. രാമസേവക് വാസ് ട്രൈങ് ടു ചീറ്റ് ഹിം. രാമസേവക് അവനെ വഞ്ചിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ട്രൈ ശ്രമിക്കുക, ചീറ്റ് വഞ്ചിക്കുക അല്ലെങ്കിൽ ചതിക്കുക. രാമസേവക് വാസ് ട്രൈങ് ടു ചീറ്റ് ഹിം. രാമസേവക് അവനെ വഞ്ചിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഹി വാസ് ആൻ ഇൻ്റലിജൻറ്റ് മാൻ, സോ ഹി സെഡ് നത്തിങ്. ബുദ്ധിയുള്ള ആളായതിനാൽ അവൻ ഒന്നും പറഞ്ഞില്ല. ഇൻ്റലിജൻ്റ് എന്ന് വെച്ചാൽ ബുദ്ധിയുള്ള അല്ലെങ്കിൽ ബുദ്ധിശാലിയായ. ഹി വാസ് ആൻ ഇൻ്റലിജൻറ്റ് മാൻ. അവനൊരു ബുദ്ധിമാനായ മനുഷ്യനായിരുന്നു. സോ ഹി സെഡ് നത്തിങ്. അതുകൊണ്ട് അവനൊന്നും പറഞ്ഞില്ല. ഐ മസ്റ്റ് ഫിഗർ ഔട്ട് എ വേ ടു ഗെറ്റ് മൈ അയൺ ബോക്സ് ബാക്ക് ഫ്രം രാമസേവക് തോട്ട് മോഹൻദാസ്. രാമസേവകിൽ നിന്ന് എൻ്റെ ഇരുമ്പ് പെട്ടി തിരികെ കൊണ്ടുവരാൻ എനിക്കൊരു വഴി കണ്ടെത്തണം, മോഹൻദാസ് ചിന്തിച്ചു. ഐ മസ്റ്റ് ഫിഗർ ഔട്ട് എ വേ. ഫിഗർ ഔട്ട് എന്ന് വെച്ചാൽ കണ്ടെത്തുക, അതായത് എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു വഴി കണ്ടെത്തുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഐ മസ്റ്റ് ഫിഗർ ഔട്ട് എ വേ. എനിക്കൊരു വഴി കണ്ടുപിടിക്കണം. ടു ഗെറ്റ് മൈ അയൺ ബോക്സ് ബാക്ക് ഫ്രം രാമസേവക്. രാമസേവകിൽ നിന്ന് എൻ്റെ ഇരുമ്പ് പെട്ടി തിരികെ കിട്ടാൻ. തോട്ട് മോഹൻദാസ്. തിങ്ക് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക. തോട്ട് ചിന്തിച്ചു. തോട്ട് മോഹൻദാസ് ചിന്തിച്ചു. The next day, Mohandas went to Ramasevak and said, "Friend, can you send your son with me? I need someone to look after my property." അടുത്ത ദിവസം മോഹൻദാസ് രാമസേവകിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, സുഹൃത്തെ, നിങ്ങളുടെ മകനെ എന്നോടൊപ്പം അയക്കാമോ? എൻ്റെ സ്വത്ത് നോക്കാൻ ആളെ വേണം. The next day, അടുത്ത ദിവസം, മോഹൻദാസ് went to Ramasevak and said, മോഹൻദാസ് രാമസേവകിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഫ്രണ്ട്, can you send your son with me? സെൻഡ് എന്ന് പറഞ്ഞാൽ അയക്കുക. ക്യാൻ യു സെൻഡ് യുവർ സൺ വിത്ത് മീ? നിങ്ങളുടെ മകനെ എന്നോടൊപ്പം അയക്കാമോ? ഐ നീഡ് സംവൺ ടു ലുക്ക് ആഫ്റ്റർ മൈ പ്രോപ്പർട്ടി. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക അല്ലെങ്കിൽ നോക്കി നടത്തുക എന്നൊക്കെയാണ് അർത്ഥം. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സമ്പാദ്യം അല്ലെങ്കിൽ സ്വത്ത്. ഐ നീഡ് സംവൺ ടു ലുക്ക് ആഫ്റ്റർ മൈ പ്രോപ്പർട്ടി. എൻ്റെ സ്വത്ത് നോക്കാൻ ആളെ വേണം. രാമസേവക് തോട്ട് അബൌട്ട് ഇറ്റ് ഫോർ എ വൈൽ. രാമസേവക് കുറച്ചു നേരം അതിനെക്കുറിച്ച് ആലോചിച്ചു. തോട്ട് എന്ന് പറഞ്ഞാൽ ആലോചിച്ചു അല്ലെങ്കിൽ ചിന്തിച്ചു. അബൌട്ട് കുറിച്ച്. ഫോർ എ വൈൽ എന്ന് പറഞ്ഞാൽ അല്പനേരത്തേക്ക് എന്നാണ് അർത്ഥം. രാമസേവക് തോട്ട് അബൌട്ട് ഇറ്റ് ഫോർ എ വൈൽ. രാമസേവക് കുറച്ചു നേരം അതിനെക്കുറിച്ച് ആലോചിച്ചു. മോഹൻദാസ് സീംസ് ടു ബി എ ഫൂൾ. മോഹൻദാസ് ഒരു മണ്ടനാണെന്ന് തോന്നുന്നു. സീം എന്ന് പറഞ്ഞാൽ തോന്നുക. ഫൂൾ വിഡ്ഢി. മോഹൻദാസ് സീംസ് ടു ബി എ ഫൂൾ. മോഹൻദാസ് ഒരു വിഡ്ഢിയാണെന്ന് അല്ലെങ്കിൽ മണ്ടനാണെന്ന് തോന്നുന്നു. മേ ബി ഹി വിൽ റിവാർഡ് ഫോർ ലുക്കിംഗ് ആഫ്റ്റർ ഹിസ് പ്രോപ്പർട്ടി തോട്ട് രാമസേവക്. തൻ്റെ സ്വത്തുക്കൾ നോക്കി നടത്തുന്നതിന് അവൻ പ്രതിഫലം നൽകിയേക്കാം, രാമസേവക് ചിന്തിച്ചു. മേ ബി ഒരു പക്ഷേ. റിവാർഡ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം അല്ലെങ്കിൽ പ്രതിഫലം കൊടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. മേ ബി ഹി വിൽ റിവാർഡ്. ഒരു പക്ഷേ അവൻ പ്രതിഫലം നൽകും. ഫോർ ലുക്കിംഗ് ആഫ്റ്റർ ഹിസ് പ്രോപ്പർട്ടി. ലുക്ക് ആഫ്റ്റർ നമ്മൾ നേരത്തെ പറഞ്ഞു, സംരക്ഷിക്കുക അല്ലെങ്കിൽ നോക്കി നടത്തുക എന്നൊക്കെയാണ് അർത്ഥം. ഫോർ ലുക്കിംഗ് ആഫ്റ്റർ ഹിസ് പ്രോപ്പർട്ടി. അവൻ്റെ സ്വത്ത് നോക്കിയതിന്. തോട്ട് രാമസേവക്. രാമസേവക് ചിന്തിച്ചു. ഇമീഡിയറ്റ്ലി ഹി അഗ്രീഡ് ആൻഡ് സെൻഡ് ഹിസ് സൺ വിത്ത് മോഹൻദാസ്. ഉടനെ അവൻ സമ്മതം മൂടി മകനെ മോഹൻദാസിൻ്റെ കൂടെ അയച്ചു. ഇമീഡിയറ്റ്ലി എന്ന് പറഞ്ഞാൽ ഉടനെ അല്ലെങ്കിൽ പെട്ടെന്ന്. അഗ്രി സമ്മതിക്കുക. ഇമീഡിയറ്റ്ലി ഹി അഗ്രീഡ്. ഉടനെ അവൻ സമ്മതിച്ചു. ആൻഡ് സെൻഡ് ഹിസ് സൺ വിത്ത് മോഹൻദാസ്. സെൻഡ് അയച്ചു. ആൻഡ് സെൻഡ് ഹിസ് സൺ വിത്ത് മോഹൻദാസ്. മോഹൻദാസിൻ്റെ കൂടെ അവൻ്റെ മകനെ അയച്ചു. നെക്സ്റ്റ് മോർണിംഗ് മോഹൻദാസ് കെയിം റണ്ണിംഗ് ടു രാമസേവക് ആൻഡ് സെഡ്, ഡിയർ ഫ്രണ്ട്, എ ടെറിബിൾ തിങ് ഹാസ് ഹാപ്പൻഡ്. എ ഹോക്ക് ഹാസ് ക്യാരിഡ് യുവർ സൺ അവേ. പിറ്റേന്ന് രാവിലെ മോഹൻദാസ് രാമസേവകിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് പറഞ്ഞു, പ്രിയ സുഹൃത്തെ, ഭയങ്കരമായ ഒരു കാര്യം സംഭവിച്ചു.
ഒരു പരുന്ത് നിങ്ങളുടെ മകനെ കൊണ്ടുപോയി. നെക്സ്റ്റ് മോർണിംഗ്, പിറ്റേന്ന് രാവിലെ, മോഹൻദാസ് കെയിം റണ്ണിങ് ടു രാമസേവക്. കെയിം റണ്ണിങ് എന്ന് വെച്ചാൽ ഓടി വന്നു. മോഹൻദാസ് കെയിം റണ്ണിങ് ടു രാമസേവക്. മോഹൻദാസ് രാമസേവകിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ആൻഡ് സെഡ്, പറഞ്ഞു, ഡിയർ ഫ്രണ്ട്, പ്രിയ സുഹൃത്തെ, എ ടെറിബിൾ തിങ് ഹാസ് ഹാപ്പൻഡ്. ടെറിബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ അല്ലെങ്കിൽ ഭയാനകമായ. തിങ്, കാര്യം. ടെറിബിൾ തിങ് എന്ന് വെച്ചാൽ ഭയങ്കരമായ കാര്യം. ഹാപ്പൻ, സംഭവിക്കുക. എ ടെറിബിൾ തിങ് ഹാസ് ഹാപ്പൻഡ്. ഒരു ഭയങ്കരമായ കാര്യം സംഭവിച്ചു. രാമസേവക് വാസ് ഫ്യൂരിയസ് ആൻഡ് ഡിമാൻഡഡ്, ഹൗ ക്യാൻ എ ഹോക്ക് ക്യാരി ഓഫ് മൈ സൺ? രാമസേവക് രോഷാകുലനായി ചോദിച്ചു, ഒരു പരുന്തിനെങ്ങനെ എൻ്റെ മകനെ കൊണ്ടുപോകാൻ കഴിയും? രാമസേവക് വാസ് ഫ്യൂരിയസ് ആൻഡ് ഡിമാൻഡഡ്. ഫ്യൂരിയസ് എന്ന് വെച്ചാൽ കോപാകുലനായ അല്ലെങ്കിൽ രോഷാകുലനായ എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ഡിമാൻഡ് യൂസ് ചെയ്തിട്ടുള്ളത് നിർബന്ധിച്ച് ചോദിക്കുക അല്ലെങ്കിൽ അധികാരത്തോടെ ചോദിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. രാമസേവക് വാസ് ഫ്യൂരിയസ് ആൻഡ് ഡിമാൻഡഡ്. രാമസേവക് രോഷാകുലനായി ചോദിച്ചു, ഹൗ ക്യാൻ എ ഹോക്ക് ക്യാരി ഓഫ് മൈ സൺ? ക്യാരി ഓഫ് എന്ന് വെച്ചാൽ ആരെയെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ബലപ്രയോഗത്തിലൂടെ കൊണ്ടുപോകുക എന്നുള്ളൊരർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഹൗ ക്യാൻ എ ഹോക്ക് ക്യാരി ഓഫ് മൈ സൺ? ഒരു പരുന്തിന് എങ്ങനെ എൻ്റെ മകനെ കൊണ്ടുപോകാൻ കഴിയും? ഇൻ ദ സെയിം വേ ആസ് ദ റാറ്റ്സ് ക്യാൻ ഈറ്റ് അപ്പ് ദി അയൺ ബോക്സ്, ആൻസർഡ് മോഹൻദാസ്. എലികൾക്ക് ഇരുമ്പ് പെട്ടി തിന്നു തീർക്കാൻ കഴിയുന്നത് പോലെ, മോഹൻദാസ് മറുപടി പറഞ്ഞു. ഇൻ ദ സെയിം വേ എന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ. ആസ്, പോലെ. റാറ്റ്, എലി. ഈറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ തിന്നു തീർക്കുക. ആസ് ദ റാറ്റ്സ് ക്യാൻ ഈറ്റ് അപ്പ് ദി അയൺ ബോക്സ്, എലികൾക്ക് ഇരുമ്പ് പെട്ടി തിന്നു തീർക്കാൻ കഴിയുന്നത് പോലെ. ആൻസർഡ് മോഹൻദാസ്. മോഹൻദാസ് ഉത്തരം പറഞ്ഞു അല്ലെങ്കിൽ മറുപടി പറഞ്ഞു. രാമസേവക് സെഡ്, ഐ എം സോറി മൈ ഫ്രണ്ട്, ഐ റിയലൈസ് മൈ മിസ്റ്റേക്ക്. രാമസേവക് പറഞ്ഞു, ക്ഷമിക്കണം സുഹൃത്തെ, എൻ്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു. രാമസേവക് സെഡ്, രാമസേവക് പറഞ്ഞു, ഐ എം സോറി മൈ ഫ്രണ്ട്, ക്ഷമിക്കണം സുഹൃത്തെ, ഐ റിയലൈസ് മൈ മിസ്റ്റേക്ക്. റിയലൈസ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക, മിസ്റ്റേക്ക് തെറ്റ്. ഐ റിയലൈസ് മൈ മിസ്റ്റേക്ക്, ഞാൻ എൻ്റെ തെറ്റ് തിരിച്ചറിയുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു. ഹി ഫെൽറ്റ് അഷെയിംഡ് ഓഫ് ഹാവിങ് ട്രൈഡ് ടു ചീറ്റ് ഹിസ് ഫ്രണ്ട്. സുഹൃത്തിനെ വഞ്ചിക്കാൻ ശ്രമിച്ചതിൽ അയാൾക്ക് ലജ്ജ തോന്നി. ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ തോന്നി. അഷെയിംഡ്, ലജ്ജിച്ച അല്ലെങ്കിൽ നാണക്കേടുള്ള. ചീറ്റ്, ചതിക്കുക അല്ലെങ്കിൽ വഞ്ചിക്കുക. ഹി ഫെൽറ്റ് അഷെയിംഡ് ഓഫ് ഹാവിങ് ട്രൈഡ് ടു ചീറ്റ് ഹിസ് ഫ്രണ്ട്. സുഹൃത്തിനെ വഞ്ചിക്കാൻ ശ്രമിച്ചതിൽ അയാൾക്ക് ലജ്ജ തോന്നി. ഹി ഗേവ് ദ ബോക്സ് ബാക്ക് ടു ഹിസ് ഫ്രണ്ട്. അയാൾ പെട്ടി തൻ്റെ സുഹൃത്തിന് തിരികെ നൽകി. ബോത്ത് ഓഫ് ദം വെർ ഹാപ്പി ആൻഡ് റിമെയിൻഡ് ഗുഡ് ഫ്രണ്ട്സ് ഫോർ എവർ. ഇരുവരും സന്തുഷ്ടരായിരുന്നു, എന്നും നല്ല സുഹൃത്തുക്കളായി തുടർന്നു. ബോത്ത് ഓഫ് ദം, രണ്ടുപേരും അല്ലെങ്കിൽ ഇരുവരും. ബോത്ത് ഓഫ് ദം വെർ ഹാപ്പി, രണ്ടുപേരും സന്തുഷ്ടരായിരുന്നു. ആൻഡ് റിമെയിൻഡ് ഗുഡ് ഫ്രണ്ട്സ് ഫോർ എവർ. ഫോർ എവർ എന്ന് വെച്ചാൽ എന്നേക്കും അല്ലെങ്കിൽ എക്കാലവും. ആൻഡ് റിമെയിൻഡ് ഗുഡ് ഫ്രണ്ട്സ് ഫോർ എവർ, എന്നും നല്ല സുഹൃത്തുക്കളായി തുടർന്നു.